എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ടോബുരാമ സേജ് ഓഫ് സിക്സ് പാത്തിനോട് പറയും, അപ്പൊ നറൂട്ടോയും ടീമും അവരിപ്പോ വേറെ ഡയമെൻഷനിലാണോ? അതിനാള് പറയും, അതെ, അവരിപ്പോ എൻ്റെ അമ്മ കാഗുയയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അത് കേട്ട് ടോബുരാമ പറയും, ഇത് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങള് ഇവിടെയല്ലേ, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഉടനെ മിനട്ടോ ചോദിക്കും, നിങ്ങളൊരു വേവ് സൈനിനെ കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നില്ലേ? അതുപയോഗിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിന് സേജ് ഓഫ് സിക്സ് പാത്ത് പറയും, ഉറപ്പായിട്ടും. പക്ഷേ നിങ്ങൾക്കതിന് ഒരുപാട് ചക്ര പവർ ആവശ്യമാണ്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ നമ്മുടെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. എന്നെ കൊണ്ടാവും പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളെ കൊണ്ട് പറ്റും പോലെ നിങ്ങൾ ശ്രമിക്കാൻ പറഞ്ഞ് അവരിപ്പോ ആ ഒരു വേവ് ജിപ്സു അത് വർക്കൗട്ട് ചെയ്യാൻ ആരംഭിക്കും. അതേസമയം ഇവിടെ സാസുകയാണെങ്കിൽ ഒബീട്ടോയെ കണ്ട് ഷോക്കാവും. അപ്പോഴായിരിക്കും സാക്കുറ അവൾ പറയാ, ഒബീട്ടോയുടെ പവർ വെച്ചാണ് ഇപ്പൊ നിന്നെ ഇവിടേക്ക് എത്തിച്ചത്. ഇവിടെ ഒബീട്ടോ ആണെങ്കിൽ ഒരുപാട് വേദനയില് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൾക്കിപ്പോ ആളുടെ കണ്ണു തുറക്കാൻ കഴിയില്ല. സാസുകയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ആൾ ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. സാക്കുറയാണെങ്കിൽ ആളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഒബീട്ടോ ആണെങ്കിൽ ഇപ്പൊ ഫ്ലാഷ് ബാക്കിലുള്ള റിന്നിനെ കുറിച്ച് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് റിന്നു പറയും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ ഫ്യൂച്ചറിൽ ഒരു ഹൊക്കാഗയായി മാറില്ലേ, അപ്പോ നിന്റെ വലം കൈയായി നിന്റെ കൂടെ മറ്റാരും ആയിരിക്കില്ല, ഞാൻ തന്നെയായിരിക്കും. കുഞ്ഞൻ ഒബീട്ടോയ്ക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷാവും. അവൻ സന്തോഷത്തില് തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആദ്യമായി അവർ അക്കാദമിയിലേക്ക് പോയത്. അതിനുശേഷം ആ ഒരു രജിസ്റ്റർ ഫോം അത് റിന്നു കൊടുത്ത കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ആലോചിക്കാൻ തുടങ്ങും. അന്ന് ഒബീട്ടോയ്ക്ക് കാക്കാഷിയെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം എല്ലാ കാര്യത്തിലും കാക്കാഷി ഒബീട്ടോയെ കഴിഞ്ഞും നമ്പർ 1 ആയിരുന്നു. മാത്രമല്ല ഒബീട്ടോയെ അവൻ എപ്പോഴും കളിയാക്കും. അതിനുശേഷം ട്രെയിനിങ് ടൈമില് ഒബീട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത കാര്യം, ഒരു ഫൈറ്റ് കണ്ട് റിന്നു പേടിച്ച് വരയ്ക്കുന്നത്. കാരണം റിന്നിന്റെ രണ്ടുപേരും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഫൈറ്റിനൊടുവില് കാക്കാഷി ഒബീട്ടോയെ തോൽപ്പിക്കും. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം കാക്കാഷി ആയിരിക്കും അവരുടെ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഗ്രാജുവേറ്റ് ആവുക. അത് കണ്ട് ഒബീട്ടോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഒബീട്ടോ വണ്ടറടിച്ച് കാക്കാഷിയോട് ചോദിക്കും, നിനക്കാരാ ഈ ടാഗ് തന്നെ? അപ്പോഴായിരിക്കും ബാക്കി സ്റ്റുഡൻസ് പറയുക, കാക്കാഷി അവനാണ് നമ്മുടെ ബാച്ചിൽ വെച്ച് ആദ്യമായിട്ട് ഗ്രാജുവേഷൻ എക്സാം പാസ്സായത്. റിന്നാണെങ്കിൽ ഇപ്പൊ കാക്കാഷിയെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അത് കണ്ട് ഫുൾ കലിപ്പില് ഒബീട്ടോ അവൻ ദൂരേക്ക് ഓടി ഒരു ബെഞ്ചിൽ പോയി ഒറ്റയ്ക്കിരിക്കും. അല്പസമയം കഴിഞ്ഞ് റിന്നിപ്പോ അവന്റെ അടുത്തേക്ക് വരും. റിന്നു പറയും, നീ വിഷമിച്ചിരിക്കുകയാണോ? വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ നമ്മുടെ ക്ലാസ് ആരംഭിച്ചു, നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകണം. ഉടനെ ഒബീട്ടോ അവളുടെ കയ്യിൽ പിടിച്ചു പറയും, ദയവ് ചെയ്ത് നീ എന്നെ വിശ്വസിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കാക്കാഷി കഴിഞ്ഞും വലിയവനാവും, ഒരു ഹൊക്കാഗയായി മാറും. നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം, എന്റെ കൂടെ ഇരുന്ന് എന്നെ നോക്കിയിരിക്കണം. റിന്നു പറയും, ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾ കഴിയുന്തോറും ഇപ്പൊ ഒബീട്ടോ അവൻ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. മഴയത്തും വെയിലത്തും അങ്ങനെ എല്ലാ സമയത്തും അവൻ നിർത്താതെ ട്രെയിനിങ് എടുക്കും. അവന്റെ വളർച്ചയും ട്രെയിനിങ് എടുക്കലും ഹാർഡ് വർക്കൊക്കെ കണ്ട് ഇപ്പൊ റിന്നു പോലും അതിശയിച്ചു പോവും. ഒബീട്ടോ ആണെങ്കിൽ പെട്ടെന്ന് റിന്നിനെ കണ്ട സന്തോഷത്തില് അവന്റെ കൺട്രോൾ പോയി തലയും കുത്തി താഴെ വീഴും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഗ്രാജുവേഷൻ ഡേയുടെ അന്നും നമ്മുടെ ചെക്കൻ ലേറ്റ് ആയിട്ടായിരിക്കും എത്തുക. പക്ഷെ റിൻ സേഫായി അവന്റെ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെച്ച് അത് അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഒബീട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവനവളെ ചേർത്ത് പിടിച്ചു പറയും, എന്റെ സ്വത്തുകുട്ടി, എനിക്കിപ്പോ ഭയങ്കര സന്തോഷായി. 3rd ഹൊക്കാഗ തരുന്നതിന് കഴിഞ്ഞും എനിക്ക് അഭിമാനമാണ്. ഈ സർട്ടിഫിക്കറ്റ് നിന്റെ കൈകൊണ്ട് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരുപാട് ഹാപ്പിയായി അങ്ങനെ തുള്ളിച്ചാടും. പിന്നീട് വീണ്ടും ഒരുപാട് മാസങ്ങൾക്ക് ശേഷം അവരെല്ലാവരും ജോനിയൻ എക്സാം അറ്റൻഡ് ചെയ്യാണ്. ഒബീട്ടോയ്ക്കാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ പോലും പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. അപ്പറിൻ അവൾ നൈസായിട്ട് ഒരു പേപ്പർ ചുരുട്ടി അവന്റെ കാലിന്റെ അടിയിലേക്ക് ഇടും. അവനതെടുത്ത് വായിക്കും. അതിൽ അവന് ആവശ്യമായിട്ടുള്ള എല്ലാ ആൻസേഴ്സും ഉണ്ടാവും. പിന്നീട് 3rd എക്സാമിന് ഇപ്പൊ ഒബീട്ടോയും മൈഗയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ചാടി നിൽക്കും. റിന്നാണെങ്കിൽ വിളിച്ചു പോവും, ഒബീട്ടോ ഇതാണ് കറക്റ്റ് ടൈം, നിന്റെ പവർ എന്താണെന്ന് നീ കാണിച്ചു കൊടുക്ക്.
പക്ഷെ മൈകയുടെ ഒരൊറ്റ അടിയില് ഒബീട്ടോ തോറ്റ് തൊപ്പിയിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് വിഷമത്തിലിരിക്കുന്ന ഒബീട്ടോയുടെ അടുത്തേക്ക് റിൻ വീണ്ടും വരും. അവള് പറയും, ഇതൊന്നും സാരമില്ല, നമ്മൾ വീണ്ടും നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് ഈ ഒരു എക്സാമിൽ പാസ്സാവുമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവനെ സപ്പോർട്ട് ചെയ്യും. വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം കാക്കാഷിയും റിന്നും അവർ രണ്ടുപേരും ഒബീട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. റിൻ ഒബീട്ടോ അവൻ എക്സാമിൽ പാസ്സാവണമെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. അടുത്ത സെക്കൻഡ് ഒബീട്ടോ അവൻ ഓടി വന്ന് ഒരു പേപ്പറും ഡ്രസ്സൊക്കെ വലിച്ചെറിഞ്ഞ് ഇന്നു മുതൽ ഞാനും ചൊനിയനാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. പിന്നീട് കാക്കാഷിയും റിന്നും ഒബീട്ടോയും അവർ 3 പേരും മിനട്ടോയുടെ ടീമിലെ മെമ്പേഴ്സ് ആവും. ഫസ്റ്റ് മിഷൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒബീട്ടോ അവൻ വീണ്ടും ലേറ്റ് ആവും. അതിനെ ചൊല്ലി കാക്കാഷിയും ഒബീട്ടോയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി വഴക്ക്. മിനട്ടോ ആണെങ്കിൽ ഇപ്പൊ തലയ്ക്ക് കൈവെക്കും. എന്റെ അപ്പൻ അമ്മയെ കഴിഞ്ഞ് മോശമാണല്ലോ ഇവന്മാര്, ഇവരെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആലോചിച്ച് ആള് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിന് റിന്നു പറയും, മാസ്റ്റർ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവരെ രണ്ടുപേരെയും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ സിമ്പിളായി ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് അവളിപ്പോ കാക്കാഷിയുടെയും ഒബീട്ടോയുടെയും കൈപിടിച്ച് അങ്ങനെ മുൻപോട്ട് ഓടും. അവിടെ സീൻ കട്ട് ചെയ്ത അടുത്തതായിട്ട് ഒബീട്ടോ അവൻ മരിച്ചു കിടക്കുന്ന റിന്നിന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ആ കാഴ്ച സഹിക്കാനാവില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് അവന് ശരിയങ്കം കണ്ണ് അത് അവേക്കനാവുക. അവന്റെ അവസ്ഥ മുതലെടുത്ത് സാക്ഷാൽ ബ്ലാക്ക് സെറ്റ്സു അവനാണെങ്കിൽ ഇപ്പോൾ ഒബീട്ടോയെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് ബ്ലാക്ക് സെറ്റ്സുവിനും മാതൃയ്ക്കും ആവശ്യമായ രീതിയിൽ ഒബീട്ടോയെ ഉപയോഗിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഒബീട്ടോ പതിയെ അവന്റെ കണ്ണ് തുറക്കും. അപ്പോഴായിരിക്കും സാസുക അവനവിടേക്ക് തിരികെ എത്തിയത് ഒബീട്ടോ കാണാം. ഒബീട്ടോ പറയും, നമുക്ക് മുൻപില് അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് സാസുകയോടും സാക്കുറയോടും അവരോട് രണ്ടുപേരോടും അവരുടെ കൈ അവന്റെ ഷോൾഡറിൽ വെക്കാനായിട്ട് പറയും. കട്ട് ചെയ്താ ഇവിടെ കാഗുയ അവളാണെങ്കില് നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ബ്ലാക്ക് സെറ്റ്സ് പറയും, ആ ബ്ലാക്ക് സ്പിയർ അത് ചുറ്റുമുള്ളവൻ തന്നെയാണ് റിയൽ നറൂട്ടോ, അവനെ കറക്റ്റായിട്ട് എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യ്. അത് കേൾക്കേണ്ട താമസം കാഗുയ അവള് വീണ്ടും ആ കറുത്ത റാഡ് അത് ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നറൂട്ടോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തെറിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങും. ഉടനെ ക്ലൗൺസ് എല്ലാം ചേർന്ന് റിയൽ കുട്ടപ്പനെ കവർ ചെയ്ത് പിടിക്കും. പക്ഷെ കാഗുയ അവള് വിട്ടുകൊടുക്കില്ല. വീണ്ടും വീണ്ടും ഓരോ റാഡുകൾ ക്രിയേറ്റ് ചെയ്ത് നറൂട്ടോ കുട്ടപ്പന്റെ ക്ലൗൺസിനെ അങ്ങനെ വെട്ടി തകർക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കാക്കാഷി മാസ്റ്റർ ആൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാക്കാഷി പറയും, ഞാൻ ആക്ച്വലി ഇപ്പൊ വെറും ഒരു വേസ്റ്റ് ആണ്, എന്റെ സ്റ്റുഡൻസിന്റെ ടീച്ചർ ആവാൻ പോലും എനിക്ക് ഒരു യോഗ്യതയും ഇല്ല. മാത്രമല്ല ഒബീട്ടോയുടെയും റിന്നിന്റെയും അവരുടെ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് അർഹിക്കുന്നില്ല. ആക്ച്വലി ഞാനാണ് നമ്പർ 1 യൂസ്ലെസ്. കട്ട് ചെയ്ത കറക്റ്റ് സമയത്ത് ഒബീട്ടോയും സാസുകയും സാക്കുറയും അവർ 3 പേരും ഞൊട്ടിയിടയില് അവിടേക്ക് ചാടി വീഴും. അവരെ കാണുമ്പോ കാക്കാഷി മാസ്റ്റർക്ക് ഭയങ്കര സന്തോഷാവും. ഇവിടെ നറൂട്ടോയ്ക്കാണെങ്കിൽ സാസുകയെ കണ്ട സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പക്ഷെ ബ്ലാക്ക് സെറ്റ്സു അവൻ സാസുകയെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഇവനെങ്ങനെ ഇവിടേക്ക് തിരികെ എത്തി? പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. കാഗുയ അവളിപ്പൻ നറൂട്ടോയെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ച് ആ ഒരു റാഡ് അവന്റെ ബോഡിയിൽ കുത്തിയിറക്കും. നറൂട്ടോ ആണെങ്കിൽ കത്തിക്കരിഞ്ഞ് താഴേക്ക് പോവും. പക്ഷെ കാഗുയ അവള് ഷോക്കാവും. ആ ഒരു ബ്ലാക്ക് സ്പിയർ അതിപ്പോ മൂവ് ചെയ്ത് അങ്ങനെ റിയൽ നറൂട്ടോയുടെ ചുറ്റും വരും. ആക്ച്വലി ആ ഒരു ബ്ലാക്ക് സ്പിയർ നറൂട്ടോയ്ക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാനായിട്ട് കഴിയും. നറൂട്ടോ ഓടി വന്ന് ഒബീട്ടോയ്ക്കും സാക്കുറയ്ക്കും താങ്ക്സ് പറയും. അതിനുശേഷം വീണ്ടും സാസുകയും നറൂട്ടോയും അവര് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. പക്ഷെ കാഗുയയാണെങ്കിൽ വിട്ടു കൊടുക്കില്ല. അവൾ ഞൊടിയിടയില് സാസുകയെയും നറൂട്ടോയെയും അവർ രണ്ടുപേരെയും മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകും. അവിടെയാണെങ്കിൽ ഹൈ ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ലോങ് ഷോട്ടിൽ കാഗുയ അവൾക്ക് പോലും ആ ഗ്രാവിറ്റിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൾ 2 റാഡ് ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പനും സാസുവയ്ക്ക് നേരെ വലിച്ചെറിയും. അവർ ജസ്റ്റ് മിസ്സിന് 2 വശങ്ങളിലേക്ക് എടുത്ത് ചാടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അപ്പോഴായിരിക്കും അവര് പോലും പ്രതീക്ഷിക്കാതെ സാക്ഷാൽ ഒബീട്ടോ അവൻ അവിടേക്ക് വരിക. കാഗുയയുടെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറഞ്ഞ് അവനിപ്പോ അവളുടെ അടുത്തേക്ക് പോവും. ഒബീട്ടോയുടെ പിന്നാലെ തന്നെ കാക്കാഷി അവിടേക്ക് എത്തും. കാഗുയ വീണ്ടും 2 റാഡുകള് വലിച്ചെറിയും. പക്ഷെ ഒബീട്ടോയും കാക്കാഷിയും അവരത് സാസുകയുടെയും നറൂട്ടോയുടെയും ബോഡിയിൽ കൊള്ളാതിരിക്കാൻ അവർക്ക് മുൻപിലേക്ക് എടുത്തു ചാടും. റിൻ അവരുടെ കൈകള് അതങ്ങനെ പിടിച്ചു വലിക്കുന്നതായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക. ഒബീട്ടോ ആണെങ്കിൽ
കാക്കാഷിക്ക് നേരെ വന്ന ആ ഒരു റാഡ് അത് കാമുയി ജിപ്സ് ഉപയോഗിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്താ രണ്ടാമത്തെ റാഡ് അതിപ്പോ ഒബീട്ടോടെ വയറ്റില് കുത്തി അങ്ങോട്ട് കയറും. അത് കണ്ട് കാക്കാഷി മാസ്റ്റർ ആള് ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.